ഇതാണ് കട്ടപ്പന കുന്തളംപാറ പാറമടയിലേക്കൊക്കെ പോകുന്ന വഴി കേട്ടോ. നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാവേ. ഒരു പ്ലാവ് നിറച്ചും ചക്ക ഇട്ട് കിടക്കുന്നുണ്ടോ. ആ കാണുന്നതാണ് കേട്ടോ കുന്തളംപാറ പാറമട. കുന്തളംപാറ എന്ന് പറയുന്ന പാറയാണോ അത് ശരിക്കും? അത് അവിടെയാണ് കല്ലുകുട്ടിയിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ വലിയ പ്രവർത്തനം ഇല്ലാന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മൾ കുന്തളംപാറ പാറമടയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണേ. ഇവിടെ ഒരു വഴിയാണ്. ഇത് റേഷൻ കട കുന്തളംപാറ ജംഗ്ഷനിലോട്ട് പോകുന്നതാണ്. അല്ലേ നമുക്ക് അമ്പലക്കവലക്കൊക്കെ പോകാവേ. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് ഈ വഴിക്കാണേ. ഇതിലെ അങ്ങനെ കയറി ആ മല മുകളിൽ കേട്ടോ. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. കുറേ അങ്ങോട്ടൊക്കെ പോകാം. നമുക്ക് പോകുന്ന വഴിയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം. ഇതിലേക്ക് ഇപ്പോൾ ഒത്തിരി വീടുകളായി കേട്ടോ. ഇതാണ് ശരിയായ കുന്തളംപാറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇനി നമുക്ക് ഈ വഴിക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാവേ. ഈ ഒരു വീടിൻ്റെ അവിടെ കണ്ടോ, ഈ ചെടി ക്രമീകരിച്ച് നിർത്തിയിട്ടുണ്ടോ, രണ്ട് മുത്തുക്കട പോലെ. ഇത് നമ്മൾ കട്ടപ്പന ടൗണിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വഴിയാണേ. ഈ ഭാഗത്തൊക്കെ ഒത്തിരി നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്നതുകൊണ്ട് അവിടെ നിന്നാണേ. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സർക്കിൾ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണേ. താഴെ നമ്മൾ കയറി വന്നു. പുറത്തോട്ട് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി അത് അതിലെ അങ്ങോട്ട് പോയാൽ നമുക്ക് അമ്പലക്കവലക്കൊക്കെ പോകാൻ പറ്റുമേ. ആ വഴിക്ക് പോവാം. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ജംഗ്ഷനാണ് വരുന്നത്. ആ വലത്തോട്ട് കിടക്കുന്ന വഴി പോകുന്നത് മേട്ടുക്കുഴി, മാലി, കുമളി, അണക്കരയൊക്കെ പോവും. ഈ ഇടത്തോട്ട് കിടക്കുന്ന വഴി പോകുന്നത് VT നഗറിലോട്ടാണ്. ഇങ്ങോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു VT സെബാസ്റ്റ്യൻ സാറ്. പുള്ളിയുടെ പേരിലാണ് ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് പുള്ളിയുടെ വീടൊക്കെ കാണുകയും ചെയ്യാം. പച്ചക്കറി കൊണ്ടുവന്ന് വിൽക്കുന്നതാണേ. ഇവിടെ എല്ലാം ഒരുവിധം നല്ല വീടുകളാണ് കേട്ടോ. കുന്തളംപാറ മല നമുക്ക് അങ്ങ് ദൂരെ കാണുകയും ചെയ്യാം. ഈ കാണുന്നതാണ് VT സെബാസ്റ്റ്യൻ സാറിൻ്റെ വീട് കേട്ടോ. കട്ടപ്പനയുടെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇനിയിപ്പോൾ നമുക്ക് താഴോട്ട് പോകണേ. അതുകൊണ്ട് ഈ വഴിക്കെല്ലാം നല്ല നല്ല വീടുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. വരുന്ന വഴി സങ്കടകരമായ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. ഈ മേഖലയുള്ള ഏലം മുഴുവൻ പോയി കിടക്കാം കേട്ടോ. ഇതെല്ലാം വെയിലടിച്ച് പോയതാണേ. ഇനിയിപ്പോൾ ഇതൊക്കെ എന്ന് ശരിയായി വരാനാ. ഇപ്രാവശ്യത്തെ ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളെല്ലാം മൊത്തം കണക്കാം. നമുക്ക് ഈ വഴിക്ക് മുന്നോട്ട് കയറി പോകണം കേട്ടോ. കുറച്ച് മോളി വരെ പോയിട്ട് വരാം. അതെല്ലാം കൃഷിയിടങ്ങളാണേ. മുകളിലെ കുന്തളംപാറ മലനിരകളിങ്ങനെ നിൽക്കുന്നുണ്ടോ. അതൊരു ഇന്ന ഏരിയ ഉണ്ട് കേട്ടോ. ആ പാറക്കെട്ട് ഇങ്ങനെ പുതിയ പുതിയ വീടുകളുടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ടോ. ചില വീടുകളുടെയൊക്കെ പണി നിർത്തി വെച്ചിരിക്കുകയാണേ. കണ്ടോ വെള്ളം അടിക്കുന്നുണ്ടോ. വേനൽക്കാലം ആയപ്പോഴത്തേക്കേ ഇതെങ്കിലും വെള്ളമില്ല. ഇപ്പം എല്ലാവരും വണ്ടിയിൽ വെള്ളം അടിക്കുകയാണ് വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും എല്ലാം. നമുക്ക് ഈ വഴിക്ക് തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ജാതിക്ക ഇവിടുന്ന് മുകളിലോട്ട് ഇനി അധികം ആൾക്കാരൊന്നും താമസമല്ലോ കേട്ടോ. കുറഞ്ഞ വീടുകളൊക്കെ ഉള്ളൂ. ഇതൊരു പഴയ വീടൊക്കെയാണ്. നമ്മളിവിടം വരെ വന്നുള്ളൂ. ഇനി അങ്ങോട്ട് പ്രൈവറ്റ് റോഡാണ്. പിന്നെ ഇത് അങ്ങ് പാറമടയിലോട്ട് കയറി പോകുന്ന വഴിയാണ്. നമ്മൾ ഈ വഴിക്കായിരുന്നു താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാവേ. ഇപ്പോൾ നമ്മൾ മേട്ടുക്കുഴി വഴിക്കാണ് പോകുന്നത് കേട്ടോ. ഇതിലേ പോയാൽ അണക്കര, കുമളി, മേട്ടുക്കുഴി, മാലി എല്ലാം എത്തുവേ. ഇത് കുന്തളംപാറ കാവുംപടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ മുകളിലൊരു അമ്പലമൊക്കെ ഉണ്ട്. നമുക്ക് അതിലേ കയറി പോയാൽ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഈ പോകുന്ന വഴിക്ക് കുറേയധികം സാധാരണ വീടുകളൊക്കെ ഉണ്ട്. എല്ലാവരും സാധാരണ ഡെയിലി കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴി കാണാൻ നല്ല സുന്ദരമായ വഴിയാണ് കേട്ടോ. നല്ല പൂക്കളൊക്കെ ഉണ്ട്. നല്ല ചെറിയ വീടുകൾ. ചെമ്പരത്തിപ്പൂവിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇഷ്ടംപോലെ ചെമ്പരത്തിപ്പൂ നിൽക്കുന്നുണ്ടോ. ആ വഴി നമ്മളിങ്ങോട്ട് കയറി വന്നു കേട്ടോ. കയറി വരുന്ന ഒരുപാട് ചെറിയ വീടുകളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ വഴി ചെറുതായതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ വീഡിയോ അങ്ങനെ എടുക്കത്തില്ല വണ്ടി ഓടിച്ച് വരുമ്പോൾ. ഇപ്പം നമ്മൾ കാവുംപടി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയേ. കാവുംപടിയല്ല, അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഈ മുകളിലോട്ടുള്ളൊരു ഭാഗങ്ങളൊക്കെ ഉണ്ടോ, വെയിൽ കൊണ്ട് ഉണങ്ങി അങ്ങ് വല്ലാണ്ട് കിടക്കുക. ഇവിടെ എല്ലാം പാറക്കെട്ടുകളാണ്.
അപ്പുറത്തെല്ലാം കൃഷിയിടങ്ങളുണ്ട്. അതോടുകൂടി ഇവിടെ നമുക്ക് ഈ അമ്പലം കാണാം. ആ ഒരു ആൽമരവും എൻ്റെ അപ്പുറത്തായിട്ട് അമ്പലവും എന്ത് ഭംഗിയുണ്ടോ എന്ന് കാണാൻ. നമ്മൾ നല്ലൊരു നാടൻ കാഴ്ചകളൊക്കെ പോലെ ഗ്രാമക്കാഴ്ച നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇവിടെ ഈ കഴിഞ്ഞ ഇടയ്ക്കായിരുന്നു ഉത്സവമൊക്കെ കഴിഞ്ഞത്. നമ്മൾ അമ്പലത്തിലോട്ട് കയറുന്നില്ല, ഇവിടെ നിന്ന് പുറത്തുനിന്നുള്ള കാഴ്ചകളെ കാണുന്നുള്ളേ. ഈ സമയത്ത് അവിടെ ആളൊന്നും കാണുന്നില്ല. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കുറേ വിശ്വാസികളൊക്കെ വരും. എന്തായാലും ഇവിടെ വെച്ച് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണിത്. ഇവിടെ നിന്ന് നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെയൊക്കെ കാണാവേ. കെടാതെ ഒരു വിളക്ക് അവിടെ കത്തുന്നുണ്ട്. വഴിപാട് കൗണ്ടർ അമ്പലം. അതിൻ്റെ അപ്പുറത്ത് വേറെയും ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് ആ സൈഡിൽ. ഇവിടെ നല്ല ഗ്രാമീണ കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടുമേ. ചെറിയ വീടുകളും ഇടവഴികളും ചെറിയ ചെറിയ കൃഷിയിടങ്ങളും. അങ്ങനെ നമ്മൾ മുകളിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ ഇച്ചിരി മടുത്തു കേട്ടോ. ഇവിടെ ഒരു കട കണ്ടേ, ടീ ഷോപ്പ്. നമുക്കിവിടെ കയറി ചായയൊക്കെ കുടിച്ചിട്ട് പോകാം അല്ലേ. ഇവിടെ എന്തൊക്കെയാണ് പലഹാരം ഉള്ളതെന്ന് നോക്കാവേ. പഴംപൊരിയുണ്ട്, ഏത്തക്കാവോളിയുണ്ട്. ഇത് രണ്ടും ഒന്നും തന്നെ കേട്ടോ. പിന്നെ ഉള്ളിവട, പൽബണ്, വടി. ഇവിടെ മനോഹരമായൊരു വീട് കണ്ടോ. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ കുറച്ച് ടവറും സംഭവമൊക്കെ ഇരിക്കുന്നുണ്ടോ. ഈ വീട്ടിലെ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് റേഡിയോ സ്റ്റേഷൻ ഉണ്ടാക്കിയ ആളാണ്. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. പേര് അറിയുവാണെങ്കിൽ ഞാൻ ഇതിൽ എഴുതി വിട്ടേക്കാം. ഇത് നമ്മുടെ ഈ കുന്തളംപാറ റൂട്ടിൽ തന്നെ പോകുന്ന വഴിക്കുള്ളൊരു വീടാണ്. ഇപ്പം നമ്മൾ അമ്പലക്കവല എത്തിയേ. അമ്പലക്കവല അയ്യപ്പൻ്റെ അമ്പലമൊക്കെ ഇടതു സൈഡിൽ, നേരെയുള്ള റോഡ് നേരെ കട്ടപ്പന ടൗണിലേക്ക്. ഇപ്പം കുന്തളംപാറ കട്ടപ്പന വള്ളക്കടവ് ജംഗ്ഷനായത്. നേരെ കിടക്കുന്ന റോഡ് വള്ളക്കടവും കുമിളിയൊക്കെ പോകുന്നതാണ്. അത് അമ്പലക്കവലയിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴി. ഇവിടെ ഒരു പുതിയ വജിക്കടയൊക്കെ ഒന്നുണ്ട്. ഇപ്പൊക്കെ ഒരു നല്ല കച്ചവടമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ കേട്ടോ. ഇവിടെയൊക്കെ നേരത്തെ ഒരു കടയോ കമ്പോളോ ഒന്നും ഇല്ലാതിരുന്നതാണ്. ഈ വജിക്കടയൊക്കെ വന്നതിന് ശേഷം ഇതിപ്പോൾ നല്ല ഡെവലപ്പായി. ഇതിപ്പോൾ കുമ്പളംപാറ റേഷൻ കട ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ്. അതെ, നമുക്ക് പോകേണ്ട ടൗണിലോട്ടുള്ള വഴി ഇതാണ്. കുമളിയിൽ നിന്നും വരുന്ന KSRTC. ഈ ഭാഗമൊക്കെ ശരിക്കും 2 കൊല്ലം മുമ്പ് വരെ വെറും പാറയായിട്ട് കിടന്ന സ്ഥലമാണ്. ഇവിടെ പാറയൊക്കെ അവർ കണ്ടിച്ച് മാറ്റിയിട്ടതുകൊണ്ട് ബിൽഡിങ്ങുകൾ എത്രണ്ണം ഇപ്പോൾ ഇവിടെ കയറി വന്നതെന്ന് നോക്കി. ടൗൺ വികസനം നല്ല രീതിയിൽ കട്ടപ്പന നടന്നുകൊണ്ടിരിക്കുക. ഇത് കട്ടപ്പന സെൻറ്റ് ജോർജ് സ്കൂളാണ്. സ്കൂളിൻ്റെ ഗ്രൗണ്ടും ഒക്കെ ഇവിടെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ സ്പോർട്സ് പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയൊരു നല്ല ഗ്രൗണ്ടുള്ളൊരു സ്കൂളായത് കേട്ടോ. കട്ടപ്പനയിലെ സെൻറ്റ് ജോർജ് പള്ളി ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ കാലത്ത് വന്നൊരു പള്ളിയാണിത്. ഈ കട്ടപ്പന ഒരു പാർക്ക് വരുവാണെങ്കിൽ ഈ ബൈപ്പാസ് റോഡിൻ്റെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും വരണം. ഒരുപാട് വാഹനങ്ങളൊക്കെ പകലും ഒന്ന് റെസ്റ്റ് കിടക്കുന്ന ഇവിടെയാണ്. ഈ വഴിക്കൊക്കെ കണ്ടോ എന്തേലും ആൾക്കാർ ഇവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കി. വാഹനങ്ങളും എല്ലാം കിടക്കുന്നുണ്ടോ. ശരിക്കും കട്ടപ്പനയ്ക്ക് ഒരു പാർക്കിൻ്റെ ആവശ്യമുണ്ടല്ലേ. പക്ഷേ ഓരോ പഞ്ചായത്തും ഓരോ ഭരണസമിതിയും വരുമ്പോഴും ഇതൊന്നിനും ഒരു മാറ്റം വരുന്നില്ല. അവരാരും ശ്രദ്ധിക്കുന്നേയില്ല. അപ്പോൾ നമ്മുടെ കട്ടപ്പന കുന്തളംപാറ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കേട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ ഒത്തിരി ദൂരെയൊന്നും പോയില്ലായിരുന്നേ. കട്ടപ്പന ഭാഗത്തൊക്കെ തന്നെയായിരുന്നു. കരിയമ്പാറ ഒരു വർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഇതൊക്കെ കൂടെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു സമയമായി. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.